ഹായ്, ശ്രീ ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്നത്തെ വീഡിയോ ഞങ്ങൾ മൂന്നാറിൽ നിന്നും ബിരിപ്പാറ കൈനകരി വാട്ടർഫാൾസിലേക്കാണ് യാത്ര തിരിച്ചിട്ടുള്ളത്. മൂന്നാറിൽ നിന്ന് ഏകദേശം 32 കിലോമീറ്റർ താണ്ടി വേണം ഈ വാട്ടർഫാൾസിൽ എത്തിച്ചേരാൻ. ലക്ഷ്മി എസ്റ്റേറ്റ് വഴിയുള്ള യാത്രയാണ്. പോകുന്ന വഴിക്ക് നല്ല രസമുള്ള കാഴ്ചകളൊക്കെ കണ്ട് തേയിലക്കാടുകളും അതേപോലെ തന്നെ അല്ലാത്ത കാടുകളിലും കൂടെയാണ് നമ്മുടെ യാത്ര. കുറച്ച് ദൂരം മാത്രമേ റോഡ് പ്രശ്നമുള്ളൂ, ബാക്കിയുള്ളതൊന്നും കുഴപ്പമില്ല. നല്ല ടാറിങ് നടക്കുന്ന റോഡുകളാണ്. പോയി കാണേണ്ട കാഴ്ച തന്നെയാണ്. നല്ലൊരു അടിപൊളി വാട്ടർഫാൾസാണ്. എല്ലാവരും പോവുക. മഴക്കാലത്ത് പോകുമ്പം കുറച്ചുകൂടെ ഭംഗി കൂടും. വാട്ടർഫാൾസിൽ വെള്ളം കൂടുതൽ ഉള്ള സമയമാണ്. എന്നുവെച്ചാൽ കുറേ ഏരിയ കവർ ചെയ്ത് വെള്ളം വരും. അത് നല്ല രസമാണ് കാണാനായിട്ട്. നമ്മൾ നേരിട്ട് പോയി തന്നെ അനുഭവിക്കുക. അതാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യം തന്നെയാണ്. അവിടെ പോയി കാട്ടിലൂടെയുള്ള ഭംഗിയൊക്കെ ആസ്വദിച്ച് ഫോട്ടോയൊക്കെ എടുക്കാനുള്ള നല്ല സ്ഥലമാണ്. അവിടെയൊക്കെ പോയി കണ്ടാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഒരു ഭംഗി അറിയാൻ പറ്റുകയുള്ളൂ. രണ്ട് സൈഡിലും തേയില, കാപ്പി, കുരുമുളക് ഇങ്ങനെയുള്ള കൃഷികളെല്ലാം ചെയ്തിട്ടുണ്ട്. നല്ലൊരു അനുഭവം തന്നെയായിരുന്നു. ടാറിങ്ങിനായിട്ട് റോഡ് പണി പ്രശ്നമായതുകൊണ്ട് ടാറിങ്ങിനായിട്ട് അവർ ചല്ലിയെ കൊണ്ടിട്ട് പിന്നെ അടുത്ത യാത്രയ്ക്ക് പോകുമ്പോൾ എന്തായാലും റോഡ് നല്ല സുരക്ഷിതമായിട്ടുള്ള റോഡാക്കി അവർ തരും. നമ്മൾ പോണ പോക്കിൽ തന്നെ ശരിക്കും ഫോട്ടോ സൈറ്റിനുള്ള പറ്റിയ സ്ഥലങ്ങളാണ്. ലക്ഷ്മി എസ്റ്റേറ്റൊക്കെ അങ്ങനത്തെ സ്ഥലമാണ്. ഈ കാണുന്നതെല്ലാം ലക്ഷ്മി എസ്റ്റേറ്റിൻ്റെ ഭാഗമാണ്. അപ്പോൾ അവിടെ യാത്ര നല്ല രസമുള്ള യാത്രയായിരുന്നു. ഒരിക്കൽ കൂടി നിങ്ങളുടെ കൈനകരി വാട്ടർഫാൾസ് അവിടേക്ക് സ്വാഗതം ചെയ്യുന്നു. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം ബെല്ലും ഓളും കൊടുക്കുക, ഷെയറും ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാനായിട്ട് ഒരു കൽപ്പടവുകൾ കെട്ടിട്ടുണ്ട്. എല്ലാവരും കുളിക്കുന്നുണ്ട്. നല്ല സൈറ്റാണ്. കൊള്ളാം. എല്ലാം കെട്ടി നിർത്തിയിട്ടുണ്ട് അവിടെ കുളിക്കാനായിട്ട്. അല്ലാതെ തന്നെ വെള്ളത്തിലൂടെ ഇറങ്ങി പോകാൻ പറ്റും. ഇറങ്ങിപ്പോകാനായിട്ടൊരു കൽപ്പടവൊക്കെ ഉണ്ട് ഇവിടെ. ഡ്രസ്സാര് ചെയ്തിട്ടുണ്ട്. ജോലിയൊക്കെ ഇറങ്ങാൻ പറ്റും, കുഴപ്പമില്ല. എല്ലാവരും വന്ന് അടിപൊളി വാട്ടർഫാൾസ് കേട്ടോ. ഇന്നത്തെ ദിവസം നോക്കി കാണാൻ എല്ലാ കാഴ്ചകളുണ്ട്. വരുന്നവരൊക്കെ ഇവിടെ വന്ന് കാണാൻ ശ്രമിക്കുക. ഏറ്റവും നല്ല കാഴ്ചകൾ തന്നെയാണ്, അനുഭവം തന്നെയാണ്. പിന്നെ ഒരേ ഒരു കാര്യം, ഇവിടെ നിന്ന് നെറ്റ്വർക്കില്ല. അതാണ് ഏറ്റവും വലിയൊരു സംഭവം. വാട്ടർഫാൾസ് ഉണ്ട്. ഇവിടേക്കൊക്കെ വരണം, അല്ലെങ്കിൽ താഴെ വീഴാൻ സാധ്യതയുണ്ട്.
അങ്ങനെയുണ്ട്, സൂപ്പറല്ലേ, അടിപൊളിയല്ലേ. പിന്നെ വെടിപ്പാറ എന്ന് ഉദ്ദേശിക്കണമെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ തമിര് വയ്ക്കുമെന്ന് പറഞ്ഞ കേട്ടില്ലേ, വെടി പാറ. ഇതെനിക്ക് ഒന്ന് ക്രിയേറ്റീവാണെന്ന് തോന്നുന്നു. ഇവിടെ എന്നുവെച്ചാൽ പണ്ട് തമിര് എടുക്കുന്ന വെടിവെച്ച് പാറ പൊട്ടിച്ച ഭാഗങ്ങളൊക്കെ ഇവിടെ കാണുന്നുണ്ട്. അതിൻ്റെ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കുറേയൊക്കെ നല്ല ഏരിയയിൽ നല്ലപോലെ ഉള്ളത് ഈ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ നല്ല വെള്ളം ഉള്ളത്. ഹായ്, നമസ്കാരം. ശ്രീ ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവരെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് വിരിപ്പാറ കൈനഗിരി വാട്ടർഫാൾസ് എന്നുള്ള സ്ഥലത്താണ്. ഏകദേശം ഞങ്ങൾ മാങ്കുളത്തേക്ക് പോകുന്ന വഴിക്കാണ് ഈ വാട്ടർഫാൾസ് ഉള്ളത്. നല്ല രസമാണ് കാണാനായിട്ട്. ഏകദേശം മഴ സീസൺ സമയത്തൊക്കെ വെള്ളം കുറേ ഏരിയ ഇവിടെ എല്ലാം കവറേജ് വെള്ളം നിറയാറുണ്ട്. അപ്പോൾ അപ്പോഴൊന്നും വന്നു കഴിഞ്ഞാൽ സഞ്ചാരികൾക്കൊന്നും ഇവിടെ ഇറങ്ങി നിൽക്കാൻ പറ്റാത്തൊരു കാഴ്ചയാണ്. ഇപ്പോൾ എല്ലാവരും കുളിക്കാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഈ വെള്ളത്തിൽ ഇറങ്ങി കുളിക്കാൻ പറ്റില്ല, എന്നുവെച്ചാൽ അത്രയ്ക്ക് വഴുക്കലുണ്ട്. പാറയിൽ നിന്ന് നേരിട്ട് വെള്ളം വീഴുന്നുണ്ടെങ്കിലും വെള്ളം കുറയുന്ന സമയത്തൊക്കെ ചിലപ്പോൾ ഇറങ്ങാൻ പറ്റുമായിരിക്കും. പിന്നെ ഇവിടെ ഗാർഡുകൾ നിർത്തിയിട്ടുണ്ട്. അവരുടെ ഫോറസ്റ്റിൻ്റെ ഇതിൽ മലയാളി തന്നെയാണ് ഉള്ളത്, തമിഴരല്ല. നമുക്ക് എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ പേരെന്ന് വെച്ചാൽ വിരിപ്പാറ കൈനഗിരി വാട്ടർഫാൾ എന്നാണ് ചെയ്യുന്നത്. നല്ല റിസോർട്ടുണ്ട്. കാടിന് നടുവിലുള്ള ഒരു വാട്ടർഫാൾസ് തന്നെയാണ്. സഞ്ചാരികളൊക്കെ ആവശ്യം പോലെ വന്നിറങ്ങുന്നുണ്ട്. ഇപ്പോൾ അവധി സമയമല്ലേ. ഇന്ന് ഞങ്ങളിപ്പോൾ 28-ാം തീയതിയാണ്, ഡിസംബർ 28, 2024. 28-ാം തീയതി ഞങ്ങളിന്ന് ഇവിടെ വന്നിട്ടുള്ളത്. നല്ല കാഴ്ചകളാണ് ഇവിടെ കാണുന്നത്. ശരിക്കും ആൾക്കാർ വന്നിട്ടുണ്ട്. മുകളിലോട്ടൊക്കെ നോക്കിയാൽ അറിയാം എന്ത് രസമായിട്ട്. നമ്മുടെ ജീവിതം പണ്ടേ പറയുന്നത് ജീവിതം ഒന്നേ ഉള്ളൂ, അത് മാക്സിമം അടിച്ച് പൊളിച്ച് ജീവിക്കുമെന്ന് പറയുന്നതാണ് നല്ലത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ വന്ന് എൻജോയ് ചെയ്തിട്ടൊക്കെ പോകണം. കുറേ കാലം കഴിയുമ്പോഴേക്കും ആലോചിക്കുമ്പോൾ അയ്യോ നമ്മൾ യൂട്യൂബ് വഴി മാത്രം കാണുന്നുണ്ട് കാര്യങ്ങളൊക്കെ, എങ്കിലും നേരിട്ട് വന്ന് കാണുന്ന കാഴ്ച ഒരു നല്ല രസമാണത്. നമുക്ക് പറഞ്ഞില്ലേ, ജീവിതത്തിൽ ഇങ്ങനെയുള്ള ഭാഗ്യങ്ങൾ കിട്ടണമെന്ന് നമ്മൾ ഭാഗ്യങ്ങൾ തേടിപ്പോണമെന്നാണ്, അല്ലാതെ നമ്മളെ തേടി വരാറില്ല ഒന്നും. ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ നമ്മൾ തേടിപ്പോവേണ്ടത് എന്നതാണ്, അല്ലാതെ നമ്മളെ കാത്ത് വീട്ടിലൊന്നും വരില്ല അത്, അല്ലേ? ഇതിനാണ് വിരിപ്പാറ വാട്ടർഫാൾസ്, കൈനഗിരി വാട്ടർഫാൾസ്. പേര് അന്വർത്ഥമാക്കുന്ന രീതിയിൽ തന്നെയാണ് വിരിപ്പാറ. നല്ല രസമുണ്ട് കാണാനായിട്ട്. വെള്ളം അവിടെ നിന്ന് മുകളിൽ നിന്ന് ഇറങ്ങി വന്ന സഞ്ചാരികളെല്ലാം ഇവിടെ തന്നെ ഇരിപ്പുണ്ട്. ഇതുവഴിയൊക്കെ വെള്ളം വരുന്നതാണ്, എല്ലാം വെള്ളം വരുന്നത്. കുളിക്കാനുള്ള സൗകര്യമൊക്കെ അങ്ങോട്ട് താഴെ റെഡിയാക്കിയിട്ടുണ്ട്. നമുക്ക് വന്ന് അവിടെ ഒരു ഷട്ടർ പോലെ റെഡിയാക്കിയിട്ടുണ്ട്. വെള്ളം അവിടെ തന്നെ അവർ കുളിക്കാനുള്ള, പിന്നെ അവരുടെ ഗാർഡ് തന്നെ അവിടെ ഇരിപ്പുണ്ട്. നല്ല രസമായിട്ട് കുളിക്കാനൊക്കെ പറ്റുന്നുണ്ട്. ഇതുവഴിയൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ വഴുക്കലുണ്ടാവും.
Oh. നമ്മൾ വാട്ടർഫാൾസിൽ നിന്നുള്ള യാത്ര അടുത്ത സ്ഥലത്തേക്ക് ഞങ്ങൾ പോവുകയാണ്. ഇതിപ്പോൾ നമ്മൾ നിന്നിരുന്ന വാട്ടർഫാൾസ് ഇവിടുത്തെ കഴിഞ്ഞു. ഞങ്ങളിനി അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു.
ഒരിക്കൽ കൂടി പറയുന്നു, നമ്മുടെ ശ്രീ ക്രിയേഷൻസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം ബെല്ലും ഓളും കൊടുക്കുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. മറ്റുള്ളവരിലേക്ക് നമ്മുടെ വീഡിയോ എത്തിക്കാൻ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ താങ്ക് യു വെരി മച്ച്.